പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നമ്മുടെ നിന്നു ബേബിയുടെ ബാപ്റ്റിസത്തിന് പോവാണ്. ഇത് ഞങ്ങള് പറഞ്ഞിട്ടതല്ല കേട്ടോ, ഇട്ട് വന്നപ്പോ മാച്ചായി പോയതാ. ബ്ലൂ മിമു മാച്ചാണ്. അപ്പം നമുക്ക് 9:45 ബാപ്റ്റിസം. ഇപ്പൊ സമയം 10:15. നമ്മൾ കറക്റ്റ് പോവാനെല്ലാം കറക്റ്റ് സമയത്തിന് എത്താനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടി നമുക്ക് ചെറിയൊരു പണി തന്നു. പെട്രോൾ ലീക്കാവാൻ തുടങ്ങി. ഒരു വണ്ടി വന്ന് ട്യൂബിൽ കുത്തി ഓട്ടെ. അപ്പൊ വണ്ടി നേരെ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടു. എന്തോ ഭാഗ്യത്തിന് സൺഡേ ആണ്, എന്തോ ഭാഗ്യത്തിന് വർക്ക്ഷോപ്പ് തുറന്നുണ്ടായിരുന്നു. നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റി. അപ്പൊ നമ്മൾ നേരെ മണ്ണമ്പറ്റ വർക്ക്ഷോപ്പിലാണ് പോയത്. അപ്പൊ നമ്മൾ അവിടുന്ന് നേരെ പള്ളിക്കുന്ന് പോയി ജോൺസങ്ങളുടെ കാർ എടുത്തു. ഇപ്പൊ നമ്മള് ആ കാർ എടുത്ത് 10:15 ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി. 9:45 ബാപ്റ്റിസം, 10:30 കുർബാന. ചാലക്കുടി എത്തണം. അപ്പൊ കുർബാന ഇന്ന് ഞായറാഴ്ച കുർബാന കൂടാൻ പറ്റുമെന്ന് വിചാരിക്കും. അല്ലേ മിമു? അന്നാപ്പസ കേൾക്കാൻ പറ്റുമോ? പോവാ. അന്നാപ്പസ എന്തായാലും കേൾക്കാൻ പറ്റില്ല. പ്രസംഗമൊക്കെ ആവുമ്പത്തേക്ക് എത്തുമെന്ന് വിചാരിക്കും. അതെ. അപ്പൊ വെൽക്കം ബാക്ക് പറഞ്ഞേ. ഹലോ ഗൈസ്. അപ്പൊ നമുക്ക് ഇന്ന് വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ബാപ്റ്റിസത്തിന്റെ ഫൂട്ടേജസ് ഒക്കെ ആയിരിക്കും. അവിടുത്തെ നമുക്ക് നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പിന്നെ വലിയപ്പന്മാര്, വലിയമ്മമാര്, ഉണ്ണികള്, ആന്റിമാര്, ചേട്ടൻ, അങ്ങനെ എല്ലാ ചേട്ടന്മാര് ചേച്ചിമാര് പറഞ്ഞല്ലേ, അങ്ങനെ എല്ലാ ആന്റിമാര്, അങ്കിൾമാര്, അങ്ങനെ എല്ലാവരെയും ഫുൾ ഫാമിലി അരിക്കാടൻ മൊത്തം കാണാം. അരിക്കാടൻ ഫാമിലിനെ മൊത്തം കാണാം. അപ്പോ വീഡിയോയിലിട്ട് പോവാം. സ്തുതി കൊടുക്ക്.
പറഞ്ഞിട്ട് പോയിരുന്നു മനു. ഹലോ ഗൈസ്, അപ്പോൾ നേരത്തെ നിങ്ങൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ പള്ളിയിൽ നിന്നുള്ള പ്രോഗ്രാംസും ഹാളിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം പോന്നു. ഞങ്ങൾക്ക് ഇവിടെ ബേബീനെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മളൊരു വെൽക്കം കേക്കൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യണം, കുറച്ച് ബലൂൺസ്, ഒരു വെൽക്കം ബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടനും ചേച്ചിയും കുഞ്ഞുവാവയും അവരെയും കൊണ്ട് സീൻചാടനും സെനിയും കൂടെ വരും. ബാക്കി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ പരിപാടിയാണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി, ഞാൻ സാരി മാറിയിട്ടു, പിന്നെ മീമോനെ ഡ്രസ്സ് മാറ്റിച്ചു. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫൂട്ടേജസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങളിങ്ങോട്ട് പോരണ നേരത്ത് പിന്നെ കുറച്ച് ഹറിബറിയായിപ്പോയി. അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാറി കയറി കഴിഞ്ഞപ്പോൾ മീമു കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ കേക്ക് എടുത്ത് നേരെ പോരുക ചെയ്ത്. അപ്പോൾ ആ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീടിൻ്റെ അകത്ത് ഫുള്ള് ബഹളമാണ്, ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവിടെ ബാക്കിൽ വന്ന് നിന്നിട്ട് എന്താ പറയുക, ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ബാക്കി വീഡിയോസ് ആഡ് ചെയ്യാം. ഒരു മുഖത്തെ ഉമ്മന്നെ വായിച്ച് നോക്കട്ടെ. റിഹേഴ്സൽ ഇവിടെ വായിക്കും. ഇവിടെ വായിച്ചാൽ മതി. ഇതവരെ കൊണ്ട് വായിപ്പിക്കാം. ആമേൻ വരെ മതി. പിന്നെ വേണമെങ്കിൽ ഒരു നന്ദി ദൈവമേയും പാടാം. അതെ, ഒരു നന്ദി ദൈവമേ പാടിയാ മതി. അത് നമുക്കറിയില്ല. അപ്പൊ ഒരു നന്ദി ദൈവമേ. നിരീശ്വരവാദി ഓ നേതാവ്. ഏത് കേക്കാ? അവിടെ കട്ട് ചെയ്ത് കേക്കല്ലേ? ആ കൊണ്ടുപോണേ ശ്രമിക്കാം. എന്നോട് ഡെപ്പോസിറ്റ് കൊടുത്താൽ അതിൽ കൊടുത്താൽ ബാക്കി കൊണ്ടുവരില്ലേ? അനിച്ചട കയ്യിൽ പിടിക്കാൻ ഉമ്മീനെ ചേട്ടൻ വാങ്ങിച്ചാലും മതി. ചേട്ടൻ വാങ്ങിച്ചാലും മതി.
കുട്ടി കരുവാ ഹായ് കുട്ടി വെൽക്കം ഹോം വെൽക്കം ഹോം. ഇതാണോ? എത്ര വേണം? 4 മതിയോ? കുറഞ്ഞില്ലേ? സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആണ് രാജ്യഭരണമേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അതിലെ പോലെ എപ്പോഴും നീക്കും. ആമേ. ദൈവമേ നിത്യവും നിത്യവും നന്ദി. ദൈവമേ നന്ദി തന്നദാനത്തിനാ. ഇല്ല, എല്ലാവർക്കും കിട്ടിയില്ല. എല്ലാരും കൈ കൊണ്ട് കഴിച്ചോളൂ. സീനിയേട്ടെ കഴിക്കുക എലിമ കഴിക്കുക. മതി 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 മതി. വേണ്ട ബൈബർ എല്ലാരോടും ബൈബർ. സിസ്റ്റർ ആന്റിക്ക് ഒരു സുതി കൊടുത്തേ.